അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സാധാരണ കുർത്തീൻ്റെ അല്ലെങ്കിൽ ഒരു ചുരിദാറിൻ്റെ ഒക്കെ കട്ടിങ് കാണിച്ചു തരാം. ഇത് ലൈനിങ് വെച്ചിട്ടുള്ള ചുരിദാറാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ കഴുത്ത് ഇതിലല്ല വെട്ടുന്നത്, സെപ്പറേറ്റ് ക്യാൻവാസ് വെച്ചിട്ട് വെട്ടിയിട്ട് ആണ് ഈ ഒരു കഴുത്ത് ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് ഞാൻ കാണിക്കണില്ല, ഇതിൻ്റെ കട്ടിങ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുമ്പോൾ വീഡിയോ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അമ്മ കട്ട് ചെയ്തപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാണ്ടോ ചെയ്തത്. അപ്പോൾ ഈ ഒരു കട്ടിങ്ങിന് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടത്തെയും ബാക്കത്തെയും തുണി ഈക്വലായിട്ട് പകുതിയായിട്ട് മടക്കിയിട്ട് മേലെയും താഴെയായിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ചുരിദാറിൻ്റെ ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ അത് ആദ്യം അളവെടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ബസ്റ്റിന് എത്രയാണോ അളവ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിനെ 4 ആക്കി തിരിക്കുക. എന്നിട്ട് ആ 4 ആക്കി തിരിച്ചിട്ട് തയ്യൽ തുമ്പും കൂടെ വിട്ടിട്ട് നമ്മൾ ആ ഒരു അളവ് എടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒരു അടയാളം കൊടുക്കുക. പിന്നെ മേലെ നിന്ന് ഹിപ്പ് വരെ, അതായത് സൈഡ് ഓപ്പൺ കൊടുക്കണ അവിടെ വരെ എടുത്തിട്ട് അളവെടുത്തിട്ട് അടയാളപ്പെടുത്തുക. ഇതിൻ്റെയൊക്കെ അളവ് നമ്മൾ ഓരോരോ അളവിനും ഓരോരോ ആൾക്കാർക്കും ഓരോ ടൈപ്പ് അളവായിരിക്കും. അത് നമുക്ക് ശരിക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിലുണ്ടായിരിക്കും ഓരോ സൈസുകൾ. ഇപ്പോൾ മീഡിയം ആയാലും ലാർജ് ആയാലും. അപ്പോൾ ആ ഒരു സൈസിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സൈഡ് ഓപ്പണിൻ്റെ ആ ഇറക്കത്തിൻ്റെ അവിടെ ഒരു അടയാളം കൊടുത്തിട്ട് നമ്മളെ ഹിപ്പിൻ്റെ 4 വീതിയും കൂടി, അതായത് സൈഡ് സെയിം കൊടുത്തിട്ടുള്ള ആ ഒരു വീതിയും കൂടെ അവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് മേലെ കഴുത്തിൻ്റെ അവിടെ നമ്മൾ കഴുത്തും ഷോൾഡറും കൂടി എത്രയാണ് വീതി വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വീതി വെച്ചിട്ട് അടയാളപ്പെടുത്തുക. അവിടുന്ന് ആം ഹോളിന് വേണ്ട ഇറക്കം കൂടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ ആം ഹോളൊന്ന് വരച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ ജസ്റ്റ് ആ ഒരു ബസ്റ്റിൻ്റെയും ആ ഹിപ്പിൻ്റെയും ഇടയ്ക്കുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് കൊടുത്തിട്ടൊരു വര വരച്ചു കൊടുക്കുക. അത് നമുക്ക് ആ ഷേപ്പ് കൊടുക്കുന്ന ഭാഗത്ത് അവിടെ എത്രയാണോ വീതി എന്ന് വെച്ചാൽ അതിൻ്റെ 4 ഭാഗം വെച്ച് അടയാളപ്പെടുത്തിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അവിടെ ഷേപ്പ് കൊടുത്തിട്ട് പിന്നെ അതേപോലെ തന്നെ ഹിപ്പിൻ്റെ അവിടുന്ന് താഴെ വരെ ജസ്റ്റ് ഒരു കർവ് ഹിപ്പിൻ്റെ അവിടെ കൊടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനും കൊടുക്കുക. അപ്പോൾ ഇത്ര വരെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് മേലത്തോട്ട് വെട്ടിയെടുക്കാം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ കഴുത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണതുകൊണ്ട് തന്നെ കഴുത്തിൽ വെട്ടേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ കൃത്യമായിട്ട് വെട്ടി കൊടുക്കുക. വെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് അളവുകളൊക്കെ ഒന്ന് റീചെക്ക് ചെയ്യാം. റീചെക്ക് ചെയ്തിട്ട് ഈ ഒരു സൈഡ് ഓപ്പണിൻ്റെ ഭാഗം വരുന്ന അവിടേക്കുള്ള ആ ഇറക്കെടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒരു വെട്ട് കൊടുക്കുക. നമുക്ക് എവിടെയാണ് സൈഡ് ഓപ്പൺ എന്ന് പെട്ടെന്ന് അടിക്കണതിൻ്റെ ഇടയ്ക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ കഴുത്തിന് എത്രയാണ് വീതി വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വീതി എടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒരു കട്ട് കൊടുക്കുക. നമ്മൾ ഈ ഒരു കട്ടിനനുസരിച്ചിട്ടാണ് ക്യാൻവാസ് വെട്ടിയിട്ട് അവിടെ കഴുത്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെട്ടി കഴിയുമ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ അല്ലെങ്കിൽ കുർത്തീൻ്റെ ഒക്കെ ഒരു രൂപം ഇങ്ങനെയായിരിക്കും വെട്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് കർവുകൾ നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ കർവുകൾ നമുക്ക് വൃത്തിക്ക് വരയ്ക്കാനുള്ള സ്കെയിലുകളുണ്ട്. അത് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ബോഡി പാർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് കൈയാണ് കേട്ടോ. കൈയിന് നമ്മൾ താഴെ മടക്കി അടിക്കേണ്ട ആ ഒരു തുണീൻ്റെ അളവും അതേപോലെ തന്നെ മേലെ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് വിടുന്നത് അത്രയും കൂടെ വിട്ടിട്ട്, അതായത് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചോളം വിട്ടിട്ട് വേണം നമ്മൾ അതും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ കൈയിൻ്റെ ഇറക്കെടുക്കാൻ. ആ ഇറക്കെടുത്തിട്ട് മേലെ കർവ് വരയ്ക്കാൻ അറിയാത്തൊരു കർവ് വരച്ചിട്ട് ജസ്റ്റ് വെട്ടാം. ഇതിപ്പോൾ അമ്മ സാധാരണ ചെയ്യണതായതുകൊണ്ട് അമ്മ ജസ്റ്റ് അങ്ങനെ ആ ഒരു അളവെടുത്തിട്ട് കൈയിൻ്റെ ആ ഒരു ഷേപ്പിന് അവിടെ വെട്ടി കൊടുത്തു. പിന്നെ ഇത് ലൈനിങ് വെച്ചിട്ടുള്ള ചുരിദാർ ആയതുകൊണ്ട് തന്നെ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓൾറെഡി വെട്ടി വെച്ച ബോഡി പാർട്ട് നമ്മൾ സെയിം ആയിട്ട്, അതായത് ആദ്യം ബോഡി പാർട്ടിന് മടക്കിയ പോലെ തന്നെ ലൈനിങ് മടക്കിയിട്ട് 2 മടക്കിയിട്ട് വെക്കുക. അതിൻ്റെ മേലെ ഈ ഒരു ബോഡി പാർട്ട് വെച്ചിട്ട് ആ ഒരു ലൈനിങ്ങിൻ്റെ ഔട്ടർ, അതായത് ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഔട്ടറായിട്ട് അങ്ങനെ ലൈനിങ് കൃത്യമായിട്ട് വെട്ടി കൊടുക്കുക. ഇതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ ക്യാൻവാസിൽ കഴുത്ത് വെട്ടിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ക്യാൻവാസ് ഇതിന് വേണ്ടിയിട്ട് 2 മടക്കുക. എന്നിട്ട് നമ്മൾ എത്രയാണോ കഴുത്തിൻ്റെ വീതിയും ഇറക്കം എടുക്കണമെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് പിന്നെ അത് ഏത് ഷേപ്പിലാണോ നമ്മൾ വെട്ടേണ്ടതെന്ന് വിചാരിച്ചാൽ ആ ഒരു ഷേപ്പും കൂടെ വരച്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു കൃത്യം ഷേപ്പിന് ഈ ഒരു ക്യാൻവാസ് ഈ ഒരു രൂപത്തിൽ വെട്ടി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഇത് ഈ സെയിം തുണിയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇസ്തിരി വെച്ചിട്ട് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഒരു അടയാളപ്പെടുത്തിയില്ല തുണിയുടെ അടയാളപ്പെടുത്തിയ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഈ ഒരു കഴുത്തടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് സംഭവം സ്റ്റിച്ചിങ് ചെയ്തപ്പോൾ അത് എടുക്കാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കട്ടിങ് മാത്രം എടുത്തത്. അപ്പോൾ ഇതായിരുന്നു അടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഒരു ചുരിദാറിൻ്റെ ഒരു ഔട്ട്കം.